നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇരിക്കപ്പൊറുതി ഇല്ലാതായത് ചില മാധ്യമങ്ങൾക്കും കോൺഗ്രസിനുമായിരുന്നു. ആദ്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. എന്നാൽ സ്ഥാനാർത്ഥിയായി സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ മിണ്ടാട്ടം മുട്ടിയ ചില മാധ്യമങ്ങളും കോൺഗ്രസും നട്ടാൽ കുരുക്കാത്ത നുണകളുമായി രംഗത്തെത്തി. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കിടന്ന് പരക്കുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ലെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമെന്നിരിക്കെ കുറച്ചു മാധ്യമ പ്രവർത്തകർ വാട്സപ്പിൽ പങ്കുവെക്കപ്പെടുന്ന ചില കാര്യങ്ങൾ വാർത്തകളിൽ വന്നിരുന്ന് കോരം പ്രസംഗിക്കുകയാണ്. എന്നാൽ അതിൽ ലവലേശം സത്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കുകയോ അതിന്റെ ആധികാരികത പരിശോധിക്കുകയോ പോലും ചെയ്യാതെ അത് ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അതിനു പിന്നിൽ ഒരു വികാരം മാത്രമേ ഉള്ളൂ: ഇടതുപക്ഷം വിജയിക്കരുത് എന്ന വികാരം. അത്തരത്തിലുള്ള ഒരു പ്രധാന വ്യാജ ആരോപണമാണ് പോത്തുകല്ല് കവളപ്പാറ ദുരന്തം സംഭവിച്ചപ്പോൾ നാട്ടുകാരനായ സ്വരാജ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്ന പച്ചക്കള്ളം. എന്നാൽ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ: കണ്ണു തുറന്ന് കാണൂ, തെളിവുകൾ ഇതാ. കവളപ്പാറ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള സ്വരാജിന്റെ പ്രവർത്തനങ്ങൾ നാടോ ജനങ്ങളോ മറന്നിട്ടില്ല. അന്ന് സ്വരാജ് തൃപ്പൂണിത്തുറ MLA ആണ്. വേണമെങ്കിൽ അന്ന് അയാൾക്ക് ദുരന്ത വിവരം ഫോണിൽ വിളിച്ച് തിരക്കി കൊച്ചി തൃപ്പൂണിത്തുറയിലെ വെള്ളക്കെട്ടും പരിഹരിച്ച് അവിടെ കഴിയാമായിരുന്നു. പക്ഷേ മറ്റൊരു മണ്ഡലത്തിലെ MLA ആയിട്ട് പോലും അയാൾ നിലമ്പൂരിലേക്ക് ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയുമായിരുന്നു. തൃപ്പൂണിത്തുറ MLAയും പോത്തുകല്ല് സ്വദേശിയുമായ സ്വരാജ് സദാസമയവും നിലമ്പൂരിലെയും പോത്തുകല്ലിലെയും ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് PV അൻവർ വരെ അന്ന് സമ്മതിച്ചിരുന്നതുമായിരുന്നു. എന്നാൽ അവിടെയും അവസാനിച്ചില്ല സ്വരാജിന്റെ പ്രതിബദ്ധത. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ദുരന്തബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും സ്വരാജ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് കേരളം കണ്ട കാഴ്ചയാണ്. ആ കാഴ്ചയെ മറയ്ക്കാൻ എങ്ങനെ കഴിയാനാണ്? ആർക്കാണ് ആ കാഴ്ചയെ മറയ്ക്കാൻ കഴിയുക? കള്ളം കൊണ്ടുണ്ടാക്കിയ ചെളിവെള്ളം എത്ര കോരി ഒഴിച്ചാലും സത്യത്തിന്റെയും ശരിയുടെയും തിളക്കത്തിന് ഒരു മങ്ങലും ഉണ്ടാകില്ല. കാരണം സ്വരാജിനെ കേരളത്തിലെ മനുഷ്യ മനസ്സുകൾക്ക് അറിയാവുന്ന പോലെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക? നിലമ്പൂരിന്റെ പ്രിയപുത്രനെ നിലമ്പൂർ ജനത നെഞ്ചിലേറ്റുമ്പോഴും അതിൽ വിറളി പൂണ്ട ചിലർ എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോഴും സ്വരാജ് തലയുയർത്തി സാധാരണക്കാർക്കിടയിൽ നിലമ്പൂരിന്റെ പ്രിയപുത്രനായി തന്നെ നിലകൊള്ളും. അതിന് സ്വരാജ് എന്ന പേര് തന്നെ ധാരാളമാണ്. കാരണം ആ പേരിന് പോലും കേരളത്തിൽ ഒരു അടയാളപ്പെടുത്തലുണ്ട്. ആർക്കും മായ്ക്കാനോ മറക്കാനോ കഴിയാത്ത ഒരു അടയാളപ്പെടുത്തൽ.